സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ തകൃതിയായി മുന്നേറുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. ഈ വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഏപ്രിൽ 26 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ടം മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിച്ച് ഏപ്രിൽ 11-ാം തീയതി അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 21-ാം തീയതി അവസാനിച്ച് ഏപ്രിൽ 26-ാം തീയതി അവസാനിക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടത്തുന്നത്. ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് കടലാസുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ടാം വർഷ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയവും നടത്തും. രണ്ടാം വർഷ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ച ശേഷം ഒന്നാം വർഷ മൂല്യനിർണ്ണയം ആരംഭിക്കും. 2025 മെയ് 3-ാം വാരത്തിനുള്ളിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂല്യനിർണ്ണയം സമയബന്ധിതമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി. ശിവൻകുട്ടി അറിയിച്ചു. SSLC +2 പരീക്ഷകളുടെ റിസൾട്ട് മെയ് ആദ്യവാരം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. മെയ് 3-ാം വാരത്തിനുള്ളിൽ തന്നെ +1-ന്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.